ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് അതിലതിലെ വ്ലോഗ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ടൈം 7:20 ആയിട്ടുണ്ട് കേട്ടോ, 7:20 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വെണ്ടയ്ക്ക വിഴുക്കാണ് ഗൈസ്. വെണ്ടയ്ക്ക വിഴുക്ക്. സോ അപ്പോൾ നമ്മൾ ഇവിടെ നമ്മൾ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ സവാള. അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ വെണ്ടയ്ക്കയാണ്. ഓക്കെ, നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം എന്തൊക്കെയാണ് മദർജി പ്രിപ്പയർ ചെയ്യേണ്ടത്? മദർജി കൂടെ ഉണ്ട് കേട്ടോ. ക്യാമറ പിടിക്കാൻ വെക്കാനോ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാനോ ഒന്നിനും പറ്റത്തില്ല. സോ അപ്പം ഞാനായിരിക്കും ക്യാമറ പിടിക്കുന്നത്, ഉമ്മയായിരിക്കും കുക്ക് ചെയ്യുന്നത്. കാരണം അനിയനെ സ്കൂളിൽ വിടണം, അപ്പോൾ എല്ലാം കൊണ്ട് നമുക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഓക്കെ. അപ്പോൾ നമ്മുടെ ഡിഷ് എന്ന് പറയുമ്പോൾ സിമ്പിളാണ്, അതുപോലെ തന്നെ ടേസ്റ്റിയാണ്. നമ്മൾ ആദ്യം ഓയിൽ ഒഴിച്ച് കൊടുക്കുക, അതിനുശേഷം കടുക് ഇടുക, അതിൻ്റെ കൂടെ തന്നെ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുക. ഉലുവ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം സവാള ആഡ് ചെയ്യുക. സവാള നല്ലപോലെ വഴഞ്ഞ് വരുമ്പോഴത്തേക്കും കുറച്ച് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുക. വെണ്ടയ്ക്കയുടെ കൂടെ തന്നെ നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നതാണ്. അതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എന്താണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത്? ഗൈസ്, നമ്മൾ ഇന്ന് 2 ഡിഷസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്നെന്ന് പറയുമ്പം പൊട്ടറ്റോ വെണ്ടയ്ക്ക വിഴുക്ക്, അത് അനിയന് സ്കൂളിൽ കൊടുത്തു വിടാനും ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാനും. സെക്കൻഡ് വൺ അതാണ് ഗൈസ്, ഹൈലൈറ്റ് സാധനം. ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, ഒരു കിടിലം സൂപ്പാണ്. ഞങ്ങൾ ഡെയിലി രാവിലെ ഡയറ്റിലാകുമ്പോൾ കഴിക്കുന്ന ഒരു കിടിലം ഹെൽത്തി സൂപ്പാണ്. നമുക്ക് കുക്കിങ്ങിലോട്ട് പോകാം. നമ്മൾ ഇനി പൊടികളാണ് ഇടുന്നത്. നമ്മൾ ഉപ്പിട്ടു, മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി ഇട്ടു, ദെൻ പെരുംജീരകപ്പൊടി, അതിനുശേഷം നമ്മുടെ മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മൾ ഈ 5 പൊടികളാണ് ഇട്ട് ഞാൻ എണ്ണി പറയുവാണ്. ഇത്രയാണ് ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ നമ്മൾ കരിവേപ്പില ഇടാൻ മറന്നുപോയി കേട്ടോ, അത് ഇടുന്നുണ്ട്. അത് കാണിക്കേണ്ട ആവശ്യമില്ല. നല്ല കളർഫുൾ ആയിട്ടുണ്ട് കേട്ടോ, നല്ലൊരു മഞ്ഞ ആൻഡ് എൻ്റെ മലയാളം കുറച്ച് അർത്ഥങ്ങൾ കുറവായിരിക്കും. മലയാളം കുറച്ച് പാരമ്പര്യമായിട്ട് കിട്ടിയ സംഭവം. എനിക്ക് ചെറിയൊരു ഇതില്ലേ, മഞ്ഞ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങളതൊന്നും കാര്യക്കണ്ട, മനസ്സിലാവുന്നുണ്ടല്ലോ, അത് മതി. മഞ്ഞയും പച്ചയും കോമ്പിനേഷൻ. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മഞ്ഞയും പച്ചയും അല്ലേ, കോമ്പിനേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നല്ലൊരു കോമ്പിനേഷൻ. ഞാൻ പറഞ്ഞ സത്യമല്ലേ, മഞ്ഞയും പച്ചയും കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. നമ്മൾ മൂടി വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഡിഷ് ഇതാ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഇത് കുക്കായി വരും ഗൈസ്. ഉരുളക്കിഴങ്ങ് നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസിലരിയുക. വലിയ തടിയൻ പീസിലരിഞ്ഞ് കഴിഞ്ഞാൽ പറ്റത്തില്ല, എന്ന് വെച്ചാൽ വെന്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളിതാ ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യുകയാണ്. നല്ല ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ഇതിൽ ഞാനിത് 2 പാർട്ടായിട്ട് ഇടുന്നതായിരിക്കും. സൂപ്പിൻ്റെ സെക്കൻഡ് പാർട്ട് വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾ കാണുക. സൂപ്പാണ് ഏറ്റവും കിടിലൻ സാധനം. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ഓക്കെ, ബൈ.